മതാചാരപ്രകാരം നിർബന്ധമായും ഞാനൊരു മാന്യമായ വസ്ത്രം ധരിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. ആ മാന്യമായ വസ്ത്രത്തിൻ്റെ പരിധിയിൽപ്പെടുന്നതും എന്നാൽ ഭയങ്കര സൗകര്യപ്രദവുമായിട്ടുള്ളൊരു വസ്ത്രം എന്നുള്ള രൂപത്തിലാണ് പർദ്ദ ധരിക്കുന്നത്. അതിൽ ഉറപ്പായിട്ടും നിങ്ങൾ പോയി ചോദിച്ചോ, ഈ കുട്ടികൾ അധികവും അല്ലെങ്കിൽ അവർ സേഫ്റ്റിക്ക് നല്ല ഭയങ്കര കംഫർട്ടബിളാണ്. എൻ്റെ ഉമ്മ സ്കൂളിൽ പോകുന്ന സ്ത്രീയാണ്, ടീച്ചറാണ്. സാരി മാത്രം എടുത്തുകൊണ്ടിരുന്ന സ്ത്രീയാണ്. ഒരു 5-6 കൊല്ലം മുമ്പ് വെറുതെ പർദ്ദ ഇട്ട് തുടങ്ങിയതാണ്. ഉമ്മ ഇപ്പോൾ സാരി എടുക്കൂല. ഞാൻ പർദ്ദയെ വിശുദ്ധീകരിക്കുക, മറ്റേ ഒരു വിശുദ്ധ പട്ടം നൽകാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നൊന്നുമില്ല. സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരിക്കുമ്പോൾ സ്ത്രീ മാത്രം ഒരു സെക്ഷൽ ഒബ്ജക്റ്റ് ആവുകയും പുരുഷൻ ഇതൊന്നും ബാധിക്കാതെ വരികയും എങ്ങനെയാണ് ഇത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഇതെന്താണെന്നറിയോ, ഇപ്പം അറേബ്യൻ നാടുകളിലേക്ക് നോക്കുക, പുരുഷന്മാരുടെ വസ്ത്രവും സ്ത്രീകളുടെ വസ്ത്രവും എന്നുള്ളത്. പക്ഷെ ഇതാണ് ഞാൻ പറയുന്നത്, കോണ്ടെക്സ്റ്റ് വ്യത്യാസം ഉണ്ടല്ലോ. ഇവിടെ എന്താ പറയുക, ഇവിടെ വന്നിട്ടുള്ള ശൈലികൾ വ്യത്യാസം ഇപ്പോഴുള്ള ഒരു പക്ഷേ നമ്മുടെ ഉമ്മമാരുടെ ജനറേഷനൊക്കെ വരെ ശരിയായിരിക്കും. മതപണ്ഡിതന്മാർ വന്ന് ക്ലാസ് എടുത്ത് പർദ്ദയെ ഇടാവൂ പുറത്തിടരുത് എന്ന് പറഞ്ഞതുകൊണ്ട് അവരത് ചെയ്യുന്നുണ്ടാവും. പക്ഷേ എനിക്ക് 100% ഉറപ്പാണ്ട് എൻ്റെ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു പ്രഭാഷണത്തിൻ്റെയും നിർബന്ധിത അടിസ്ഥാനത്തിലല്ല പർദ്ദ ധരിക്കുന്നത്.